ശ്രീപത്മനാഭൻ, രണ്ട് ചോദ്യങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ വക്താവ് ഉന്നയിച്ചത്. ഒന്ന്, ഈ ശീഷ് മഹലിലേക്ക് BJPയുടെ മുഖ്യമന്ത്രി അദ്ദേഹം താമസിക്കുമോ, ശീഷ് മഹലിൽ താമസിക്കുമോ? രണ്ടാമത്തെ കാര്യം, മോദിയുടെ ഒരു വാഗ്ദാനം. അദ്ദേഹം പറഞ്ഞത് ഇൻ്റർനാഷണൽ ലെവൽ ഡൽഹിയെ ഉയർത്തും എന്നുള്ളതാണ്. അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ഒരു സ്റ്റാറ്റസുള്ള എത്ര മെട്രോ സിറ്റീസ് ഉണ്ട്, പേര് പറയാമോ എന്ന്. അല്ല, ആദ്യത്തേത് BJPയുടെ മുഖ്യമന്ത്രി എവിടെ താമസിക്കുന്നുണ്ട് അത് കാത്തിരുന്ന് കാണും. ഒരു 5-6 ദിവസത്തിനുള്ളിൽ അല്ലെ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് BJPയുടെ മുഖ്യമന്ത്രി താമസിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ചോദിച്ചു BJP കുറെ മെട്രോ ഭരിക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ എന്താ സ്ഥിതി? ഞാൻ 2-3 ഉദാഹരണങ്ങൾ തരാം. ഒന്ന്, നിങ്ങൾ മുംബൈയിൽ പോവുക. അവിടെ അടൽ സേതു എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. 22 കിലോമീറ്ററോളം കടൽപ്പാലം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്രയിലെ BJP ശിവസേന സർക്കാരും കൂടി നിർമ്മിച്ചതാണ്. ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ മുംബൈ നഗരം, ആ മുംബൈ നഗരത്തിൽ ഇപ്പോൾ ഒരു മഹാ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അത് മുംബൈ നഗരം എന്ന് പറയുന്നത് 3 ഭാഗവും കടലായി ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ആ മുംബൈ നഗരത്തിന്റെ കടൽ തീരത്തിലൂടെ കോസ്റ്റൽ റോഡ് എന്നൊരു സംവിധാനം വന്നിട്ടുണ്ട്. അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മുംബൈ നഗരത്തിന്റെ സമ്പൂർണമായ ഈ ട്രാഫിക് ജാം നികത്താൻ വേണ്ടി കടൽ തീരത്തിലൂടെ 6 വരി പാത നിർമ്മിക്കുകയാണ്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മുംബൈ ചുറ്റിയും കൊണ്ട്. ബാന്ദ്ര സീലിംഗ് ഒന്ന് കാണണം പോയിട്ട്. ഇനി അത് കൂടാണ്ട് മുംബൈ നഗരത്തെ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന കടലിനടിയിലൂടെയുള്ള മെട്രോ, അതിന്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ അതുപോലെ തന്നെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിന്റെ പണി നടക്കുന്നുണ്ട്. കടലിനടിയിലൂടെയാണ് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ പോകുന്നത്. ഇതൊക്കെ ഒന്ന് ചെന്ന് കാണണം നിങ്ങൾ. പിന്നെ അഹമ്മദാബാദിൽ പോവുക, സാബർമതി റിവർ ഫ്രണ്ട് ഉണ്ട്. അഹമ്മദാബാദിലെ സാബർമതി റിവർ ഫ്രണ്ട് ഒന്ന് പോയി കണ്ടു നോക്കണം. കാണുന്നതിന് മുമ്പ് പഴയ അഹമ്മദാബാദ് നഗരത്തിലെ സാബർമതി നദിയുടെ തീരങ്ങൾ, അതിന്റെ ഫോട്ടോ ഒക്കെ ഇന്റർനെറ്റ് കിട്ടും, പഴയ ഫോട്ടോ, അതൊക്കെ ഒന്ന് കാണുക. എന്നിട്ട് ഇപ്പൊ ഒന്ന് പോയിട്ട് സാബർമതി നദിയുടെ തീരം അഹമ്മദാബാദ് നഗരത്തിൽ എങ്ങനെയുണ്ട് എന്നൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ലക്നൌവിൽ പോവുക. ലക്നൌവിൽ ഗോമതി നദി ഒഴുകുന്നുണ്ട്. ഒരു കാലത്ത് ഗോമതി നദിയുടെ 2 ഭാഗത്തും ചേരികളായിരുന്നു. ഇപ്പം അത് സൗമിത്ര വൻ ആണ്. സൗമിത്ര വൻ, അതായത് വലിയ ഒരു പൂന്തോപ്പാക്കി മാറ്റിയിരിക്കുകയാണ് ഗോമതി നദിയുടെ തീരങ്ങളൊക്കെ. ഇതൊക്കെ നടക്കും ഈ രാജ്യത്ത്. ഇനി വാരാണസി പോവുക, അവിടെ കാശി കോറിഡോർ ഉണ്ട്. പഴയ വാരാണസി നഗരത്തിൽ പോയ ആളുകൾക്കറിയാം. വാരാണസി പണ്ട് ഞാൻ പോയ സമയത്ത് ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകുന്ന ഇടുക്ക് വഴിയിലൂടെയാണ് അമ്പലത്തിലേക്ക് പോയിരുന്നത്. ഇപ്പൊ കാശി കോറിഡോർ ഒന്ന് പോയി കാണുക. ഇനി ആസാമിൽ പോവുക, അവിടെ ബോഗി ബ്രിഡ്ജ് ഉണ്ട്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബോഗി ബ്രിഡ്ജ്, അതൊന്ന് കാണാം. മൊറാർജി ദേശായിന്റെ കാലത്ത് തുടങ്ങിയ പണിയാണ്, അതായത് തീരുമാനമാണ് നിർമ്മിക്കാൻ. അത് യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദിയാണ്. അത് കഴിഞ്ഞ് കോഴിക്കോട്ട് വരിക, എന്നിട്ട് തലശ്ശേരി മാഹി ബൈപ്പാസ് ഒന്ന് കാണുക. 1977 തലശ്ശേരി മാഹി ബൈപ്പാസ് ഏറ്റെടുക്കാൻ നിർമ്മിക്കാൻ ഭൂമി ഏറ്റെടുത്തത്. 1977. 40-ലധികം വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി അത് കേന്ദ്ര സർക്കാരിന്റെ നിതിൻ ഗഡ്കരിയുടെ ശ്രമഫലമായി, സംസ്ഥാന സർക്കാർ സഹകരിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല, അത് യാഥാർത്ഥ്യമാക്കി. ഇനി ജമ്മു കാശ്മീരിൽ പോവുക. ജമ്മുവിൽ നിന്ന് ആലപ്പുഴയിൽ കൊല്ലത്തോട്ട് വരിക. എനിക്കൊരു സംശയമാണ് സാർ, ഡൽഹി ഗുജറാത്ത് ഹൈവേ അല്ലെ ഡൽഹി ബോംബെ ഹൈവേ ഏതിലെ കൂടെയാണ് സാർ പോകുന്നത്? ഡൽഹി കൂടെ വന്നിട്ടില്ല. അല്ല, തീർന്നിട്ടില്ല. അടുത്ത ദിവസം തന്നെ യാത്ര പോവാം. തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ജമ്മു ശ്രീനഗർ തീവണ്ടി പാതയിലൂടെ യാത്ര ചെയ്യാം. ഇപ്പൊ സുഖമായിട്ട് എവിടം വരെ പോവാറ്? ബാറാമുള്ള വരെ തീവണ്ടി പോവാം. ചെലബ് നദിക്ക് കുറുകെ ഈഫിൽ ടവറിനേക്കാൾ വലുപ്പത്തിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി. അവിടെ മുഴുവൻ പാലങ്ങളാണ്.
ആകാശം മുട്ടുന്ന എന്താ പറയുക ഈഫിൽ ടവറിനേക്കാൾ ഉയരമുള്ള പാലങ്ങൾ. ഇപ്പോ ജമ്മുവിൽ നിന്നും ബാരാമുള്ള വരെ തീവണ്ടിയിൽ പോകാനുള്ള പണി അതൊക്കെ ഇപ്പൊ നെറ്റിൽ അവൈലബിൾ ആണ്. അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ ഇരുന്ന് കാണാം. അടൽ തുരങ്കമുണ്ട് ഹിമാചൽ പ്രദേശിൽ നിന്ന് ലഡാക്കിലേക്ക് പോകാൻ. ഇപ്പൊ ജമ്മു ലഡാക്ക് ഹൈവേയിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സീസണിൽ പോകാൻ പറ്റും. അത് കഴിഞ്ഞ് മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേ ഒന്ന് കാണുക, ദ്വാരക എക്സ്പ്രസ് ഹൈവേ ഒന്ന് കാണുക. ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേന്റെ അടിയിൽ കൂടി റോഡ് പോകുന്നുണ്ട്, തുരങ്കപാത ടണൽ പോകുന്നുണ്ട് ഡൽഹിയിലെ ട്രാഫിക് രക്ഷപ്പെടുത്താൻ വേണ്ടി. ഇങ്ങനെ ഈ രാജ്യത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ നിങ്ങൾ ഡൽഹിയില് ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനാഷണൽ നിലവാരമുള്ള കൺവെൻഷൻ സെന്റർ വന്നത് എപ്പോഴറിയും? ഈ അടുത്ത കാലം ഡൽഹി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഡൽഹിയിലെ കൺവെൻഷൻ സെന്ററുകൾ കാണുക. എന്നിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആകെ ഇന്ത്യയിൽ 4 IIT, 5 IIT ഇന്ന് എത്ര IIT അറിയോ? കഞ്ചിക്കോട് നിന്ന് തുടങ്ങുകയാണ് IIT എണ്ണം. 22 IIT ഇന്ന് ഇന്ത്യയിൽ. നിൽക്കട്ടെ, എയിംസ് ഇന്ത്യയിൽ എത്ര എയിംസ് ഉണ്ടായിരുന്നോ? ഞങ്ങൾ വരുമ്പോ 5 or 6 എയിംസ്. ഇന്ന് എത്ര എയിംസ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? തമിഴ്നാട്ടിലെ മധുരൈ മുതൽ എയിംസുകൾ നീണ്ടു കിടക്കുക. 22, 23 എയിംസുകളാണ് ഇന്ത്യയിൽ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ എത്ര മെഡിക്കൽ കോളേജ് സീറ്റ് ഉണ്ടായിരുന്നു അറിയോ? ഏതാണ്ട് 54,000 MBBS സീറ്റ്. ഇന്ന് എത്ര അറിയോ? 1,70,000 MBBS സീറ്റ്. അടുത്ത 5 വർഷം കൊണ്ട് 50,000 സീറ്റ് കൂടി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ എത്ര മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നു എന്നറിയോ? ഇന്ന് എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടെന്നറിയോ? ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുമ്പോ 15 മെഡിക്കൽ കോളേജാ. ഇന്ന് 56 മെഡിക്കൽ കോളേജാ. ഞങ്ങളുടെ ടാർഗറ്റ് UPയിലെ 75 ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജ് നിർമ്മിക്കുക എന്നുള്ളതാണ്. ഗംഗ എക്സ്പ്രസ് ഹൈവേ കേട്ടിട്ടുണ്ടോ? ഒന്ന് പോയി കണ്ടു നോക്കണം ഉത്തർപ്രദേശിൽ. അങ്ങനെ ഈ രാജ്യം മുഴുവൻ ഞങ്ങള് ഇനി പണ്ടൊരു ചാനൽ ചർച്ചയിൽ എന്നോട് ഒരാൾ തർക്കിച്ചിരുന്നു. മീററ്റ് ഡൽഹി എക്സ്പ്രസ് ഹൈവേ ഞാൻ 14 വരി പാത എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് തർക്കിച്ചു. അവസാനം സത്യമാൻ തെളിഞ്ഞു. 14 വരി പാതയാണ് ഡൽഹി മീററ്റ് എക്സ്പ്രസ് ഹൈവേ. ഇങ്ങനെ ഈ രാജ്യത്ത് നടന്ന ഈ റോഡുകളിലെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ ടോൾ തുകയും കൂടെ അറിയിക്കണം. കാരണം ഞാൻ കൊടുക്കേണ്ടി വരും കൂടെ പോകാൻ ടാക്സിക്കാർ തയ്യാറല്ല സാറേ. കാരണം 1,500 ടോൾ കൊടുക്കണം. അതിന്റെ ഉദ്ദേശം ടാക്സി ഓടിക്കാനല്ല. ടാക്സി ഓടിക്കാൻ നോക്കുന്നില്ല സാറേ. കോളനിവൽക്കരണത്തെ മാറ്റിയിട്ട് എന്തോ കോടി രൂപയുടെ ഫ്ലാറ്റ് സമുച്ചയം വരികയാണ് ബോംബെയിലെ. 8,000 കോടി രൂപയുടെ ഫ്ലാറ്റ് സമുച്ചയം വരികയാണ് ധാരാവിയിൽ. അത്ര മോശക്കാരനാണെങ്കിൽ വിഴിഞ്ഞത്ത് ആരും പുറത്താക്കിയില്ലല്ലോ അങ്ങോരെ. എല്ലാരും ഏതെങ്കിലും ഒരു മെട്രോ സിറ്റി, ഏതെങ്കിലും ഇന്റർനാഷണൽ ലെവലിലുള്ള ഏതെങ്കിലും ഒരു മെട്രോ സിറ്റി ഉണ്ടെന്നാണ് ചോദിച്ചത്. ഇപ്പൊ മറുപടി സംസ്ഥാന സർക്കാരിന് അവകാശപ്പെടാമല്ലോ. ഇവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവരാണ് ഹൈവേ ചെയ്തതെന്ന്. എന്നാൽ ഞാൻ പറയുന്നു ആ ഹൈവേയുടെ ഓണർ എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്ത് ഡെവലപ്മെന്റ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപ ചെലവിൽ റിനോവേറ്റ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപ. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ റെയിൽവേ സ്റ്റേഷനായ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപ. എറണാകുളം സൗത്തും എറണാകുളം നോർത്തും 300 ചില്ലാനം കോടി രൂപ വീതം കൊടുത്ത് നന്നാക്കുക. കാസർഗോഡ്, പയ്യന്നൂർ, ഷൊർണൂർ ചെയ്യേണ്ട പ്രവർത്തികളല്ലേ? അതൊക്കെ നരേന്ദ്രമോദിന്റെ കാലങ്ങളായിട്ട് പഴകിയ റെയിൽവേ സ്റ്റേഷനുകള് ജോലി നിങ്ങൾ ചെയ്യുന്നത്. സജു സമയമില്ല, അതുകൊണ്ട് ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. സജു ഇനിയിപ്പോൾ ഈ ആം ആദ്മി പാർട്ടി ഇതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോവോ? സാറേ തീർച്ചയായിട്ടും പോകും സാറേ. സാർ അങ്ങനെ പേടിക്കുക വേണ്ട. കാരണം നമ്മുടെ വോട്ട് ഷെയർ നമുക്ക് പഠിപ്പും വിവരമുള്ള നേതാക്കളുണ്ട്. നമുക്ക് കൃത്യമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു ബോഡിയുണ്ട്. വോളണ്ടറി പാർട്ടിയാണ്. സാറ് ധൈര്യമായിട്ടിരിക്കെ. അടുത്ത ചർച്ചകളിൽ നമ്മൾ ശക്തമായിട്ട് തന്നെ ഇത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങളും ആയിട്ട് സാറിന്റെ മുമ്പ് തീർച്ചയായിട്ടും വന്നിരിക്കും. ഇവിടെ ആം ആദ്മി പാർട്ടിയെ ഈ ഒരു ചർച്ചയിൽ ഉൾപ്പെടുത്തിയതിന് സാറിന് നന്ദി. അല്ല, എല്ലാ ചർച്ചകളിലും വരണം. ആം ആദ്മി പാർട്ടിയുടെ അഭിപ്രായം കൂടി തീർച്ചയായിട്ടും പ്രേക്ഷകർ കാണണം, കേൾക്കണം.